ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ഉൾപാർട്ടി പോര് കുമാരി സെൽജ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ അധികാര തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിലവിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് എന്നുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ഹരിയാനയിലെ MP കൂടിയായിട്ടുള്ള കുമാരി സെൽജ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കൃത്യമായ അവലോകനത്തിന് ശേഷം കുമാരി സെൽജ പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് ഫോർമുല എന്ന രീതിയിലേക്ക് നടക്കുകയാണ്. സെൽജയെ ഉപമുഖ്യമന്ത്രിയാക്കിയാൽ കാര്യങ്ങൾ കൃത്യമായും സുഗമമായി നടക്കും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രൺദീപ് സുർജേവാല ഇടനിലയ്ക്ക് നിൽക്കും, അതായത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത്. 3-2 ഭൂരിപക്ഷം ലഭിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ BJP തകർന്ന് തരിപ്പണമായ മട്ടാണ്. പാർട്ടിയിലെ MLA മാരും മന്ത്രിമാരും എല്ലാം കൂടോടെ പാർട്ടി വിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തുമ്പോൾ കുമാരി സെൽജ കൃത്യമായി അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ്. അതേസമയം ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ലഭിച്ചാൽ മതി എന്നുള്ള നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കോൺഗ്രസിനകത്ത് അഭിപ്രായ തർക്കം ഇല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. ആം ആദ്മി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ സർവത്ര കളി നടത്തുന്നുണ്ട്. നമുക്കറിയാം, BJPയുടെ B ടീമായി നിന്നുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലും ഗോവയിലുമൊക്കെ ആം ആദ്മി പാർട്ടി നാണം കെട്ട രാഷ്ട്രീയം കളിച്ചത്. അതുവഴി BJPക്ക് ഭരണ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഇത്തവണ ആ ഒരു സംവിധാനം ചിലവാകുകയില്ല, ആ ഒരു പദ്ധതി ഒളിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നത്. അതിന് കാരണങ്ങൾ ഏറെയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതു മുതൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ സശ്രദ്ധം നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്നത് BJPക്ക് അനുകൂലമായി തീരുമാനമെടുക്കുകയാണ്. ഡൽഹിയിൽ പോലും ആം ആദ്മിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന സമീപനമാണ് കെജ്രിവാൾ അവലംബിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് കെജ്രിവാൾ, അതായത് താൻ അടക്കമുള്ള നേതൃത്വം BJPക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആകെ പഞ്ചാബ് ഘടകം മാത്രമാണ് ആ രീതിയിലേക്ക് വഴങ്ങാത്തത്. മാത്രമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് BJPക്ക് ഏതെങ്കിലും രീതിയിൽ സുഗമമായി വിജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷയില്ല എന്ന വിവരം തന്നെയാണ് ആം ആദ്മി നേതാക്കൾ പോലും പറയുന്നത്. കാരണം കോൺഗ്രസ് അത്രമേൽ ശക്തമാണ്. ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ടുകൾ ഉണ്ടെങ്കിൽ ആം ആദ്മി 5,000-6,000 വോട്ടുകൾ പിടിച്ചാൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷം കുറച്ചേക്കാം. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാനാണ് ആം ആദ്മിയുടെ ഈ നാണംകെട്ട രാഷ്ട്രീയ കളി. അത് ജനങ്ങളും പ്രത്യേകിച്ച് കർഷകർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്ത് കളി കളിക്കാനാണ് എന്നാണ് ആം ആദ്മി തന്നെ ചോദിക്കുന്നത്.